ഈ ഫെസ്റ്റിവൽ സീസണിൽ നല്ല കളർഫുൾ ആയിട്ട് ഒരു അടിപൊളി ഫ്ലേവറോട് കൂടി ബിരിയാണി ചെയ്ത് നോക്കാം. വെജിറ്റബിൾ ഓയിൽ, സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള സവോള, ഉപ്പ്, ഈ ഒരു പരുവത്തിൽ സോട്ടായി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതെല്ലാം ഒന്ന് മൂപ്പിച്ചെടുത്തു. ഈ സമയത്ത് ഇതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി ഒരു പരുവത്തിൽ സോത്തയായിട്ട് വരുമ്പോൾ മല്ലിപ്പൊടി, കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, തക്കാളിയുടെ പുളിരസവും മസാലയുടെ പച്ചക്കുത്തിലെല്ലാം പോയി ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തു. വേണമെന്നുണ്ടെങ്കിൽ മാത്രം സീഡ്ലെസ് ആയിട്ടുള്ള ഈത്തപ്പഴം ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് ഇതിലേക്ക് മല്ലിയില, പുതിന കട്ട് ചെയ്ത് തൈര് കൂടി ഒഴിച്ചു കൊടുത്തു. ഒരു 50% ചിക്കൻ എല്ലാം നന്നായിട്ട് നമ്മൾ കുക്ക് ചെയ്തെടുത്തു. റൈസ് വേവിക്കാനായിട്ട് തിളച്ചു വന്ന വെള്ളത്തിലേക്ക് നാരങ്ങയും ഹോൾ ഗരം മസാലയും ഉപ്പും മല്ലിയിലയും പുതിനയും ഓയിലും കൂടി ഒഴിച്ചു കൊടുത്ത് റൈസ് ഒരു 70% കുക്ക് ചെയ്ത് ഈ ഒരു പരുവത്തിൽ നമ്മൾ ചേഞ്ച് ചെയ്യാണ്. ബിരിയാണി പോട്ടിലേക്ക് തയ്യാറാക്കിയുള്ള മസാലയും ചിക്കൻ ഇട്ട് കൊടുത്തു. അതിന്റെ മുകളിലേക്ക് ഫസ്റ്റ് ലെയർ റൈസ് ഇട്ട് കൊടുത്തു. അതിന്റെ മുകളിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തു. വീണ്ടും അതിന്റെ മുകളിലേക്ക് റൈസ് കൂടി ഇട്ട് കൊടുത്ത് അല്പം നെയ്യ് ഒഴിച്ചു കൊടുത്തു. കാഷ്നട്ട് കിസ്മിസ് ഫ്രൈ ചെയ്ത് മല്ലിയില ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുത്തു. ഫ്രൈഡ് ഓയിലും കറിവേപ്പിലയും ഫ്രൈ ചെയ്ത് കൂടി ഇട്ട് കൊടുത്തു. ഇത് നമ്മൾ ഒട്ടും എയർ പുറത്തു പോവാതെ 10 മിനിറ്റോളം ഫ്ലെയിമിൽ കുക്ക് ചെയ്ത് അരമണിക്കൂറോളം നമ്മൾ ദമ്മിട്ട് അതിനുശേഷമാണ് നമ്മളിപ്പോൾ ഇത് ഓപ്പൺ ആക്കുന്നത്.